അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആളുകളുടെ വ്യക്തിപരമായ കാര്യം എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാലും എനിക്ക് പറഞ്ഞു. എന്നിട്ട് ഒരാളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വെളിയിൽ അപ്പോൾ അവർ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ പറ്റും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല, റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ അത് റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് റിപ്പോർട്ടിന് മേൽ നടപടി എടുക്കുമെന്ന് കൃത്യമായി ഗവൺമെൻറ് എടുക്കേണ്ട കാര്യം. നടപടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു ശുപാർശയാണ്. അതായത് നമ്മളെ ഈ ഒരുപാട് അസൗകര്യങ്ങൾ വരാം. അവർ പറഞ്ഞാൽ അതൊക്കെ ശരിയാണ്. കാരണം ഈ മറ്റു കാര്യങ്ങളെ കിടക്കുന്നില്ല. അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമില്ല. പിന്നെ വലിയ മേജർ ആർട്ടിസ്റ്റുകൾ മാത്രം ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ ടോയ്ലറ്റ് ഇല്ല എന്നുള്ള സംഭവം. അതൊക്കെ പഠനമിഷായാലും ഉടൻ തന്നെയാണ് നടപടി എടുക്കേണ്ടത്. ഇതിന് മുമ്പേ എടുക്കേണ്ടത്. അതായത് ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളും പല ആർട്ടിസ്റ്റുകളും പറയും. സീനിയറായിട്ടുള്ള ചില നടികളുടെ കാരവൻ കൂടി വീഴ്ച സമ്മതിക്കുക. അക്കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കണം. കാരണം പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന അതിനുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കി അവർക്കൊരു കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ വളരെ അതിന് മൊത്തത്തിലൊരു പഠനമാണ്. ആ പഠനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ശ്രമിക്കാറുണ്ട്. നടപ്പിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ആ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഗുരുവായിട്ടുള്ള മറ്റു അവസരങ്ങൾ ലഭിക്കാനായിട്ട് അതൊക്കെ പണ്ട് ഇത് വന്നിട്ടാണ്. പണ്ട് ഇത് കേട്ടിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള കഥകൾ നമ്മൾ പലരും കേട്ടു. നിങ്ങൾ കേട്ടു, ഞാനും കേട്ടു, നാട്ടുകാർ കേട്ടു. ഉടനെ ഇതിനെപ്പറ്റി പറയാൻ അതൊക്കെ അതിനകത്ത് പറയുന്ന കാര്യം പറഞ്ഞു. ആ കാര്യം മാത്രം നമ്മൾ അത്രയും കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാം. പൊതുവിൽ ഗവൺമെൻറ്റിൻ്റെ എടുക്കുന്ന നടപടികളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട നമ്മുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി പറഞ്ഞു. തീർച്ചയായിട്ടും നടപ്പില്ല. മന്ത്രി അത് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. എന്തിന് അതൊക്കെ പിന്നത്തെ കാര്യങ്ങൾ ഇപ്പം റിപ്പോർട്ടിന് മാഡം തന്നിരിക്കുന്ന റിപ്പോർട്ടിന് വേണ്ടി ഇന്നത്തെ നടപടികളെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഗണേഷ് കുമാറല്ല, ട്രാൻസ്പോർട്ട് മന്ത്രിയല്ല. അത് തീരുമാനിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ ആലോചിച്ച് ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞല്ലോ, വ്യക്തമായിട്ട് രാവിലെ ചാനലിലെല്ലാം പറഞ്ഞു. ഒരു അവളുടെ ആരോഗ്യങ്ങളെ സഹായിക്കാണെങ്കിൽ എന്നോടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന സ്വഭാവത്തിന് അപ്പം തന്നെ റിയാക്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ. എന്നോട് പറഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും. അത്തരത്തിൽ പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ട ഫോൺ വിളിക്കും. ഞാൻ അതിനകത്ത് ഇടപെട്ട് സംസാരിക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇന്നൊരു വ്യക്തിയില്ല, എല്ലാവർക്കും അറിയാം, എല്ലാ ആർട്ടിസ്റ്റും അറിയാം. വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ, ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ഷൻ എടുക്കും. കാരണം നമ്മുടെ സ്വഭാവം അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരം ഇല്ലാത്തത്. ഈ പരാതിക്കാരുടെ പേര് പറയുന്നതിന് നിയമതടസ്സമുണ്ട്. ഈ പറയുന്ന ആരോപണമായിട്ടുള്ള എന്തിനകത്ത് പറയാൻ ആവശ്യമില്ല. വിവരാവകാശ നിയമപ്രകാരം ഹൈക്കോടതി പറഞ്ഞ ഉത്തരവ് പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ അനുസരിച്ചുള്ള പേരുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം ഊഹിക്കുന്നത്? ഈ കുറ്റക്കാരുടെ പേര് എന്തിനാണ് ഊഹിക്കുന്നത്? കുറ്റക്കാരെ പേരകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ന് നമ്മൾ നിയമപരമായി പുറത്ത് കിട്ടിയ കടലാസ് വായിക്കാനല്ലാതെ അതിനകത്ത് ഉള്ളിൽ കിട്ടുന്നതാണെന്ന് പുറത്ത് വിടാത്ത ഭാഗത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചിട്ട്